നല്ല ക്വാളിറ്റിയുള്ള ഈ ഒരു നട്ട്സ് കഴിക്കാൻ വേണ്ടി ഇനി വിദേശത്തും പോകേണ്ട കാര്യമില്ല. ഈ വെറൈറ്റിയെ കുറിച്ച് പറയാമോ? ഇത് ഓസ്ട്രേലിയൻ ഫ്രൂട്ടാണ്. ഓക്കെ, മക്കഡമിയ നട്ട്സ് എന്ന് പറയും. ഓസ്ട്രേലിയന്റെ ഫ്രൂട്ടാണ്. ഇത് പണ്ട് വിദേശത്തു നിന്ന് വരുന്നവർ കൊണ്ടുവന്നാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ നമുക്കിവിടെ അത് പ്ലാന്റ് ചെയ്ത് ഇവിടെ നമ്മൾ ആദായം എടുത്തു തുടങ്ങി. വ്യാവസായികമായിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആൾക്കാർ കൃഷി ചെയ്യുന്നത് മക്കഡോമിയ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. നമ്മുടെ കാലാവസ്ഥ നന്നായിട്ട് കായ്ക്കും. നന്നായിട്ട് നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കുന്ന പാഴ്ശൂന്യമായ സ്ഥലത്ത് ഞങ്ങൾ തന്നെ അത് പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എത്ര ഏക്കർ സ്ഥലം ഉണ്ടെങ്കിലും നമുക്ക് ഈ മക്കഡോമിയ പ്ലാന്റ് ചെയ്ത് ലക്ഷങ്ങൾ ലാഭം ഉണ്ടാക്കാനായിട്ട് പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാന്റേഷന്റെ പരിപാടിയാണ് ഈ കാണുന്ന മക്കഡോമിയ. അതേപോലെ ബ്രസീലിയൻ ഫ്രൂട്ട്, വാൽനട്ട്, പിസ്ത, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ വെറൈറ്റി ഫ്രൂട്ടിന്റെ പ്ലാന്റുകളും നമ്മുടെ നഴ്സറിയിൽ ഇപ്പൊ ചെറുതും വലുതോട്ട് ധാരാളമുണ്ട്. ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഞാനത് പൊട്ടിച്ചു തരാം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമോ? ഓക്കെ, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ രീതിയിലാണ് തുറക്കുന്നത്, കണ്ടോ? അത് അതിന്റെ ഒരു ടേസ്റ്റ് ഒന്ന് കഴിച്ചിട്ട് നോക്കിയിട്ടൊന്ന് പറയും. ധാരാളം പോഷകങ്ങൾ, ഒരുപാട് വൈറ്റമിൻ അടങ്ങിയ ധാരാളം പോഷകങ്ങളുള്ള മാനുഷിക ശാരീരിക വളർച്ചയ്ക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട ഒരുപാട് പോഷകങ്ങളുള്ള നല്ലൊരു ഫ്രൂട്ടാണ് ഈ മക്കഡോമിയ. അപ്പൊ അതിന്റെ നല്ല ക്വാളിറ്റി ഇരിക്കുന്നത്. അതെ, ഈ ഇരിക്കുന്നത്. ഇതിപ്പോ നിങ്ങൾക്ക് പാഴ്ശൂന്യമായ സ്ഥലം എത്ര ഏക്കർ ഉണ്ടെങ്കിലും ഞങ്ങൾ വന്നത് പ്ലാന്റ് ചെയ്ത്. ഈ കാണുന്ന ടൈപ്പ് പ്ലാന്റുകളൊക്കെ നട്ട് ഏകദേശം ഒരു 2-2.5 വർഷം ആകുമ്പോഴത്തേക്ക് അത് ഫ്ലവറിംഗ് ആയി തുടങ്ങും. ഇതിന്റെ ചെറുതും വലുതായിട്ടുള്ള പ്ലാന്റുകളുണ്ട് നമ്മുടെ നഴ്സറിയിൽ ധാരാളം ഉണ്ട്, ഒരുപാടുണ്ട്. അതെ.